നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഭഗവത്ഗീതയിലെ അർജുന വിഷാദ യോഗമെന്ന 1-ാം അധ്യായത്തിലെ 46-ാമത്തെ ശ്ലോകമാകുന്നു. ഈ 46-ാമത്തെ ശ്ലോകം കഴിഞ്ഞാൽ പിന്നെ ഒരു ശ്ലോകം മാത്രമേ ഈ അധ്യായത്തിൽ, പ്രഥമാധ്യായത്തിൽ ബാക്കിയുള്ളൂ. അർജുന വിഷാദ യോഗമെന്ന ഈ അധ്യായത്തിൽ യുദ്ധസന്നദ്ധനായ അർജുനൻ യുദ്ധരംഗത്ത് വരുമ്പോൾ തന്നെ വിഷാദത്തോടു കൂടിയിരിക്കുന്നു. ആ വിഷാദ യോഗമാണ് 1-ാം അധ്യായം. ഇവിടെ വിഷാദത്തോടുകൂടി അദ്ദേഹം ഓരോ കാര്യങ്ങളും ഉണർത്തിക്കുകയാണ് ഭഗവാനെ കൃഷ്ണൻ. തൻ്റെ സംശയങ്ങളും തൻ്റെ സ്വജനങ്ങളെ വധിക്കുവാനുള്ള വിമുഖതയും ഒക്കെ തന്നെ ഭഗവാനോട് പറയുകയാണ്. ഈ ശ്ലോകം നിങ്ങൾ ശ്രദ്ധിക്കുക. യതി മാമപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രാരണേ ഹന്യുഃ തന്മേ ക്ഷേമതരം ഭവേത്. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. യതി മാം അപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രാः രണേ ഹന്യുഃ തത് മേ ക്ഷേമതരം ഭവേത്. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രാः അശസ്ത്രം അപ്രതീകാരം മാം രണേ ഹന്യുഃ യത് തത് മേ ക്ഷേമതരം ഭവേത്. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ആയുധം ധരിച്ചിരിക്കുന്ന ആയുധധാരികളായ ധാർത്തരാഷ്ട്രർ, കൗരവർ, ആയുധമില്ലാത്തവനും എതിർക്കാത്തവനുമായ എന്നെ യുദ്ധത്തിൽ കൊല്ലുന്നുവെങ്കിൽ അതാണ് എനിക്ക് അധികം ക്ഷേമമായി ഭവിക്കുക. നമസ്തേ.